എന്താ പറയാ, തിരുവോണത്തിന്റെ അന്ന് അല്ലെങ്കിൽ തിരുവോണത്തിന്റെ പിറ്റേ ദിവസം കേരളത്തിൽ ഒരു വലിയ ഇവന്റ് നടക്കാൻ പോകും. ആദ്യമായിട്ട് കേരളത്തിൽ നിന്നല്ല, ലോകത്ത് തന്നെ T20 ഫോർമാറ്റിൽ കേരള പ്രീമിയർ ചെസ് ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് ലോകത്തിനായിട്ട് നമ്മളിവിടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോവാണ്. 6ഉം 7ഉം സെപ്റ്റംബർ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് 14 ടീമുകളാണ് കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നത്. അതായത് കേരളത്തിലെ ഓരോ ജില്ലകളും 14 ഡിസ്ട്രിക്ട്സിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഓരോരോ ടീംസാണ്. അവരവരുടെ ജേഴ്സീസ്, അവരവരുടെ ബ്രാൻഡിങ്, അവരവരുടെ എന്താ പറയാ ഓരോ ഇത് വെച്ചാണ് അവര് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യത്തെ ഈ കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു 2 ആഴ്ച മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മളൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 650 എൻട്രീസ് ആണ് നമുക്ക് ലോകത്ത് നിന്ന് എല്ലായിടത്തു നിന്നും വന്നത് ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അതിൽ ഞങ്ങൾ ഓപ്ഷൻ വെച്ചിട്ട് 350 എൻട്രീസിനെ നമ്മൾ സെലക്ട് ചെയ്തു. ആ 350 എൻട്രീസ് പോകുന്നത് 14 ടീംസിലോട്ടാണ്. ആ ടീംസ് മാറ്റിരിക്കുന്ന ഒരു മാമാങ്കം തന്നെയാണ് ഈ സാറ്റർഡേ സൺഡേ ജിമ്മി ജോർജിൽ കാണാൻ പറ്റുക. അപ്പം ഇത് എന്താ പറയാ ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ ന്യൂസും, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, മാതൃഭൂമി, എന്താ പറയാ എല്ലാ ന്യൂസ് പേപ്പേഴ്സും നമുക്ക് ഇത് കവറേജ് തന്നിട്ടുണ്ട്. പിന്നെ കൂടുതലും നമ്മൾ പിന്നെയും നിങ്ങളുടെ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. ഓൺ ദ ഗ്രൗണ്ട് സെപ്റ്റംബർ 6th 7th ജിമ്മി ജോർജ് സ്റ്റേഡിയം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ മാക്സിമം. കേരളത്തിലെ ഒരു ചെസ് വളർച്ചയ്ക്ക് അതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് കൂടെ പറയാം. ഈ കേരള പ്രീമിയർ ചെസ് ലീഗ് കേരളത്തിൽ ആകെ ഉള്ള 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്. ഇറ്റ്സ് എ ഷെയിം. ലോകത്തിലുള്ള 90 അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള 100 ഗ്രാൻഡ് മാസ്റ്റേഴ്സിലും കേരളത്തിൽ നിന്ന് വരുന്ന വെറും 3 ആൾക്കാരാണ്. ആ ഒരു ഇത് മാറ്റി മറിക്കുക, അല്ലെങ്കിൽ അടുത്ത 10 ഇയേഴ്സിനുള്ളിൽ ആ ഒരു സിറ്റുവേഷൻ മാറ്റുക എന്നുള്ളൊരു കോൺസെപ്റ്റോടുകൂടിയാണ് കേരള പ്രീമിയർ ചെസ് ലീഗ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, ഒരു അണ്ടർ 9 വയസ്സിന് താഴെയുള്ള പിള്ളേര്, അല്ലെങ്കിൽ 12 വയസ്സ്, 15 വയസ്സ്, ഇവരെല്ലാം ഒരു ടീമിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ കൂടെ സീനിയേഴ്സ് എല്ലാവരും ഇരുന്ന് കളിക്കുക, ഒരു ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പൊ അവരുടെ തന്നെ ആ ഒരു ചിന്തയും അവരുടെ തന്നെ ഒരു എയിമും കംപ്ലീറ്റ്ലി വ്യത്യാസമാവുകയും ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ഇത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇത് ഇൻട്രസ്റ്റ് അവർക്ക് വരികയും ചെയ്യുന്നു. അതാണ് ഈ കേരള പ്രീമിയർ ചെസ് ലീഗിന്റെ മെയിൻ ഒരു ഇത്. കൂടുതൽ ഇവന്റ്സിനെ കുറിച്ച് പറയാൻ ഞാൻ ഷമീമിനെ ഹാൻഡ് ഓവർ ചെയ്യാം. നമ്മളിവിടെ മുന്നേ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ 14 ടീമുകൾ, അതായത് 14 ഡിസ്ട്രിക്റ്റിൻ്റെ 14 ടീമുകൾ തമ്മിലാണ് മാറ്റിയെടുക്കുന്നത്. ഓരോ ടീമിലും 25 പ്ലേയേഴ്സും 20 പ്ലേയേഴ്സ് കളിക്കുന്ന ലീഗാണ്. ഇതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ 3 GMസിനെ നമ്മളെ ടൂർണമെൻറ്റിൽ കളിക്കുന്നുണ്ട്. ദീപൻ ചക്രവർത്തി തൃശ്ശൂർ ക്രൂസൈഡേഴ്സിന് വേണ്ടി കളിക്കുന്നു. പിന്നെ സ്വയാംസ് മിശ്ര വയനാട് വാരിയേഴ്സിന് വേണ്ടി കളിക്കുന്നു. അതുപോലെ MR വെങ്കിടേഷ് കോട്ടയത്തിന് വേണ്ടി കളിക്കുന്നു, കോട്ടയം കിങ്സിന് വേണ്ടി കളിക്കുന്നു. കൂടാതെ നിരവധി IMസും അതുപോലെ 2000 എബോവ് പ്ലേയേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് കേരള നമ്മളെ പല ടീമുകളിലായിട്ടും കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ GMസും IMസും അതുപോലെ 2000+ റേറ്റഡ് പ്ലേയേഴ്സ് ഓരോ ടീമുകളിലുള്ളതിൻ്റെ ഏറ്റവും ഗുണം കിട്ടാൻ പോകുന്നത് ഇതിലുള്ള ചെറിയ കുട്ടികൾക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അറിയാം, ഈ IMs ആൻഡ് GMs അവർ ഓൾറെഡി ഇനീഷ്യേഷൻ എടുത്തു കഴിഞ്ഞു. ഓരോ ടീമിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാനും ഇതിനു വേണ്ടിയിട്ട് അവർ ആ ഒരു ടീമിലുള്ള കുട്ടികൾക്ക് ഓൾറെഡി അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഗുണങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും. പിന്നെ ഈ ഒരു ടൂർണമെന്റ് നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിനെ നമ്മൾ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 7 സെക്ഷനിൽ 14 ടീമുകൾ, അതായത് ഒരു സെക്ഷനിൽ 2 ടീമുകൾ തമ്മിൽ മാറ്റിവെക്കുന്ന രീതിയിലാണ്. ഒരു ഏരിയയിൽ 20 ബോർഡുകൾ ഉണ്ടാവും, 20 ബോർഡുകൾ. ആ 20 ബോർഡിൽ 2 ബോർഡ് DGT ബോർഡായിരിക്കും. DGT ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീമിങ്ങിന് യൂസ് ചെയ്യുന്ന ബോർഡ്. അപ്പോൾ ഈ 2 ബോർഡുകൾ വെച്ചിട്ട് 14 ബോർഡുകൾ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെസ് ബേസ് ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രീമിംഗ് ടീം നമുക്ക് അവൈലബിൾ ആണെന്ന്. അപ്പോൾ എൻ്റയർ ടൂർണമെൻറ്റ് നമ്മൾ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ
ഓരോ ഗെയിം കഴിയുമ്പോഴും ഓരോ പ്ലേയിങ് ഏരിയയിലും നമ്മൾ സ്കോർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗെയിം കഴിയുമ്പോഴും നമ്മൾ ആ സ്കോർ ബോർഡിൽ ഒരു ടീമിന് എത്ര സ്കോറായി എന്നുള്ളത് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് പ്ലെയേഴ്സിനും അതുപോലെ മാനേജേഴ്സിനും കാര്യങ്ങൾ തീരുമാനിച്ച് ആ ഒരു ഗെയിമിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ നമ്മളവിടെ ഗ്യാലറിയിൽ തന്നെ നമുക്ക് ഒരു സൈഡ് നമ്മളെ കാണികൾക്കും അതുപോലെ മറു സൈഡ് പ്ലെയേഴ്സിനുള്ള ഏരിയ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലെയേഴ്സിൻ്റെ കൂടെ വരുന്ന പേരൻസിന് അല്ലെങ്കിൽ നമുക്ക് കാണാൻ വരുന്നവർക്കും അവിടെ ഈ ഗെയിംസ് സുഖമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് സ്ട്രീമിംഗ് ത്രൂ വാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവിടുന്ന് നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ മീഡിയ വിങ്ങിന് വേണ്ടി നമ്മൾ അവിടെ ഒരു പ്രത്യേകം ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മാക്സിമം ആ ഒരു സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തു നിന്ന് തരണം എന്നുള്ളത് അതിൻ്റെ കൂടെ ഉണർത്താണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഞാൻ വൈബ് സാറിന് വെച്ചു. സോ നമ്മുടെ ഇവൻറ്റിൻ്റെ ടോട്ടൽ പ്രൈസ് പൂൾ വരുന്നത് 25 lakhs ആണ്. അപ്പോൾ അതിൽ നമ്മുടെ ചാമ്പ്യൻസിന് വരുന്നത് 10 lakhs, സെക്കൻഡ് പ്രൈസ് 7 lakhs, തേർഡ് പ്രൈസ് 4 lakhs, ഫോർത്ത് 3 lakhs. അപ്പം ഈ 10 lakhs തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ ഒരു ടീമിലെ ടോട്ടൽ 25 പ്ലെയേഴ്സിനാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ മുതൽ അതിൽ കളിക്കുന്ന ഒരു അണ്ടർ 9 കുട്ടി വരെ ലൈക്ക് ഈക്വൽ ആയിട്ടാണ് ആ ഒരു പ്രൈസ് സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങുന്നത്. ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള 5 പ്ലെയേഴ്സിനും ടോട്ടൽ ടീമിൽ വരുന്ന 20 പ്ലെയേഴ്സും ഈക്വൽ ആയിട്ട് പ്രൈസ് സ്പ്ലിറ്റ് ചെയ്യും. അതുകൂടാണ്ട് നമുക്ക് സ്പെഷ്യൽ ബോർഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 5,000 ഈച്ച്. ഓരോ 20 ബോർഡിലും വരുന്ന ബെസ്റ്റ് പ്ലെയേഴ്സിന് 5,000 ഈച്ച് ആയിട്ട് ഒരു സ്പെഷ്യൽ ബോർഡ് പ്രൈസും വരുന്നുണ്ട്. സോ ടോട്ടൽ പ്രൈസ് പൂൾ വിൽ ബി 25 lakhs. പിന്നെ നമുക്ക് ഈ ഓരോ ടൂർണമെന്റ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്കും നമ്മൾ കുറച്ച് കൾച്ചറൽ ഇവൻറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ചെസ് ടൂർണമെന്റ് മാത്രമാക്കി മാറ്റാതെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് പുറത്തുനിന്നും പ്ലെയേഴ്സ് വരുന്നുണ്ട്, അവരെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം. നമ്മുടെ പ്ലെയേഴ്സിന് എൻ്റർടൈൻമെൻറ്റ് ഇതിനായിട്ട് കുറച്ച് കൾച്ചറൽ ഇവൻറ്റ്സ്, അതായത് നമ്മുടെ കുറച്ച് തനതായ കലാരൂപങ്ങൾ കേരളത്തിൻ്റെ പുലികളി, ഒപ്പന, തിരുവാതിര, മാർഗംകളി, മോഹിനിയാട്ടം, തെയ്യം, അങ്ങനെ രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ഇടയിലായിട്ടും നമ്മൾ ഈ കൾച്ചറൽ ഇവന്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ചെസ് ടൂർണമെന്റ് മാത്രമല്ല, ചെസ് ടൂർണമെന്റ് പ്ലസ് കൾച്ചറൽ ഇവന്റ്സും കൂടെ ചേർന്നിട്ട് ഒരു ഫ്യൂഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് അന്ന് 2 ദിവസവും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാം. അടുത്ത വർഷം ഇത് എന്താ പറയാ, ഇതിപ്പോ ഇങ്ങനത്തെ പേജ്, രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേരള പ്രീമിയർ ചെസ് ലീഗും 14 ടീംസിന്റെ ലോഗോസും ആണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാം. നെക്സ്റ്റ് ഇയർ കേരള ക്രിക്കറ്റ് ലീഗ് എടുത്ത ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റഡ് ആണ് ചെസ്സിലെ ടീംസിനെ എടുക്കാൻ. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ കേരള പ്രീമിയർ ചെസ് ലീഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു ഫോർമേഷൻ ചെയ്യുകയാണ്. അപ്പം ദിസ് ഗെയിം ഈസ് ഗോയിങ് ടു ചേഞ്ച് ആൻഡ് യു ആർ ഗോണ വിറ്റ്നസ് ദ ഫസ്റ്റ് സീസൺ. ഇപ്പൊ നിങ്ങൾ ഫുൾ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലെറ്റ് us know. ഞങ്ങൾ ഏറ്റവും എന്താ പറയാ കേരളത്തിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് 2 ദിവസം ലൈവ് സ്ട്രീം ചെയ്ത് കാണിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ചാനൽസിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. എനി ക്വസ്റ്റ്യൻസ്? തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം സാറ്റർഡേ രാവിലെ 8:30 ഇവന്റ് സ്റ്റാർട്ട് ചെയ്യും. 8:30 to 9:15 ആയിരിക്കും മെയിൻ ഇവന്റ്സ്. അത് കഴിഞ്ഞ് റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യും. ജേഴ്സീസ് ഇട്ട് 20 പേര് അറ്റ് എ ടൈം അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കളിക്കുന്ന കളി കേരള is going to witness for the first time and the entire world is going to watch. And are you ready? അതാണ് നമ്മുടെ ഒരു പഞ്ച് ലൈൻ.